നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കേതു ദശാകാലത്തെ പറ്റിയാണ് പറയുന്നത്. രാഹുവിനെ പോലെ കേതുവും ഒരു സാങ്കല്പിക ഗ്രഹമാണ്. വേദജ്യോതിഷത്തിലെ ഏറ്റവും നിഗൂഢവും സ്വാധീനമുള്ളതായ ഒന്നാണ് ചന്ദ്രൻ്റെ തെക്കേ നോഡിലുള്ള അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കേതു. വ്യാളിയുടെ വാൽ എന്നും കേതുവിനെ വിളിക്കാറുണ്ട്. ഇത് സ്വർഭാനു എന്ന രാക്ഷസൻ്റെ ഛേദിക്കപ്പെട്ട പകുതിയാണ്. അനശ്വരതയുടെ അമൃത് കുടിക്കാൻ ശ്രമിച്ചതിന് ഈ അസുരനെ മഹാവിഷ്ണു ശിരച്ഛേദനം ചെയ്തു. ശിരസിൻ്റെ ഭാഗം രാഹുവും മറ്റേ പകുതി കേതുവുമായി. ജാതകത്തിൽ 8ഉം 12ഉം വീടുകളിൽ പലപ്പോഴും കാണപ്പെടുന്ന കേതു ലൗകിക മോഹങ്ങളിൽ നിന്നുള്ള പരിവർത്തനത്തെയും വേർപിരിയലിനെയും പ്രതികരിക്കുന്നു. കേതുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തെ സാരമായി സ്വാധീനിക്കുന്ന 7 വർഷക്കാലമാണ് കേതുർ മഹാദശ. കേതു നമുക്ക് അനുകൂലമാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എഫക്ട്സ് ആണ് തരുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അനുകൂലമായ ഒരു കേതു ഒരു വ്യക്തിയുടെ ആത്മീയ വശം വർദ്ധിപ്പിക്കും. കേതു അനുകൂലമാണെങ്കിൽ വ്യക്തികളെ ഉയർന്ന അവബോധമുള്ള മാനസിക കഴിവുകളും കൊണ്ട് അനുഗ്രഹിക്കുന്നു. ഉപബോധ മനസ്സിനെ ഉണർത്തുന്നു. കേതു അനുകൂലമായാൽ അതുല്യവും ക്രിയാത്മകവുമായ കഴിവുകൾ ഉണ്ടാകും. ശക്തമായ കേതു ഉയർന്ന അറിവ്, ശുഭാപ്തി വിശ്വാസം എന്നിവ കൊണ്ട് അനുഗ്രഹിക്കുകയും അതുവഴി നിങ്ങളെക്കൊണ്ട് സാമൂഹിക മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇനി കേതു പ്രതികൂലമാണെങ്കിൽ നെഗറ്റീവ് എഫക്ട്സ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ തരുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പീഡിതനായ കേതുവിന് തൊഴിൽ വളർച്ച, ബന്ധങ്ങൾ, കുടുംബജീവിതം എന്നിവയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഇത് അഭിപ്രായ വ്യത്യാസം, സംഘർഷം, വേർപിരിയൽ, വിവാഹമോചനം, വിശ്വാസവഞ്ചന എന്നിവയിലേക്ക് നയിക്കുന്നു. കേതുവിൻ്റെ തെറ്റായ സ്ഥാനം മാനസിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. ആശയക്കുഴപ്പം, സമ്മർദ്ദം, ഉത്കണ്ഠ, കടുത്ത വിഷാദം എന്നിവയുണ്ടാവാം. മദ്യം, സിഗരറ്റ് തുടങ്ങിയ വിഷശീലങ്ങൾ വ്യക്തിയുടെ ജീവിതത്തിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. പങ്കാളിയിൽ നിന്ന് നുണകൾ, വഞ്ചന എന്നിവയും നേരിടാൻ സാധ്യതയുണ്ട്. ഇനി കേതുർദോഷകാലത്തെ പരിഹാരങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ വിനായക ചതുർത്ഥി നാളിൽ ഉപവസിക്കുക. നല്ല സ്വഭാവവും പെരുമാറ്റവും ശീലിക്കുക. നാരങ്ങ, ഏത്തപ്പഴം, എള്ള് എന്നിവ ദാനം ചെയ്യുക. കറുത്തതും വെളുത്തതുമായ എള്ളുകൾ കൂട്ടിക്കലർത്തി ഒഴുക്കുവെള്ളത്തിൽ ഒഴുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.